നമസ്കാരം. 22-26 അതായത് ഇന്നലെ നിഫ്റ്റി 116 പോയിൻ്റ് ഉയർന്ന് 25,571 ക്ലോസ് ചെയ്തത്. അപ്പർ സർക്യൂട്ടിൽ 71 ഷെയറുകളും ലോവർ സർക്യൂട്ടിൽ 71 ഷെയറുകളും ഉണ്ടായിരുന്നു. 52 ആഴ്ചയിലെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന 39 ഷെയറുകളും 52 വീക്ക് ലോയിൽ 140 ഷെയറുകളും വെള്ളിയാഴ്ച ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ചത്തെ ടോപ്പ് ഗെയിനേഴ്സ് എന്ന് പറയുന്നത് ഹിൻഡാൽകോ, NTPC, SBI ലൈഫ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ. ലൂസേഴ്സ് ലിസ്റ്റിൽ എറ്റേണൽ, ഇൻഫോസിസ്, ടെക് മഹീന്ദ്ര, ഗ്രാസിം എന്നിവ ഉൾപ്പെടുന്നു. തീർച്ചയായും വെള്ളിയാഴ്ച ഒരു പോസിറ്റീവ് മൊമെൻ്റമാണ് നിഫ്റ്റി കാണിച്ചത്, മാർക്കറ്റുകൾ കാണിച്ചത്. എന്നാൽ ഇന്നലെ അമേരിക്കൻ സുപ്രീം കോടതിയിൽ നിന്ന് ട്രംപിനെതിരായിട്ടുള്ള ഒരു വിധി വന്നിട്ടുണ്ട്. നമുക്കെല്ലാവരും കേട്ടുകാണും അറിഞ്ഞു കാണും. ട്രംപിന് അത്തരത്തിൽ താരിഫ് ചുമത്താനുള്ള അവകാശമില്ല, ഏകപക്ഷീയമായിട്ട് അത്തരം താരിഫുകൾ ചുമത്താനുള്ള അവകാശമില്ല എന്ന് സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. തൊട്ടടുത്ത നിമിഷം തന്നെ അതിശക്തമായിട്ട് ട്രംപ് വിധിന്യായത്തിൽ ഒപ്പുവെച്ച ന്യായാധിപന്മാരെ പരിഹസിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു തരത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാവില്ല, ഇനിയും ഞാൻ താരിഫുകൾ ഇമ്പോസ് ചെയ്യും എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നാളെ ഞായറാഴ്ചയാണ്, നാളത്തെ ഒരു ദിവസമുണ്ട്. നാളത്തെ ഒരു ദിവസം മാർക്കറ്റിൽ ആഗോളതലത്തിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരിക്കേണ്ടി, പ്രത്യേകിച്ച് ട്രംപിൻ്റെ ഇത്തരം നീക്കങ്ങൾക്ക് എങ്ങനെയാണ് അവിടെ നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് കാത്തിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അടുത്തൊരാഴ്ചയും വളരെയധികം കൃഷിതമായൊരാഴ്ചയാവാനാണ് സാധ്യത. കാരണം എപ്പോഴാണ് എന്താണ് തീരുമാനങ്ങൾ ഉണ്ടാവുക എന്ന് പറയാനായിട്ട് സാധിക്കില്ല. സോ തിങ്കളാഴ്ച വളരെ ശ്രദ്ധയോടെ മാത്രം ട്രേഡിങ്ങിലേക്ക് കടക്കുക. തിങ്കളാഴ്ച നിഫ്റ്റി മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് കരുതപ്പെടുന്ന, അല്ലെങ്കിൽ നിഫ്റ്റി മൂവ് ചെയ്യുമ്പോൾ ഇന്ന സ്ഥലങ്ങളിലൊക്കെ സപ്പോർട്ടും റെസിസ്റ്റൻസുമായിട്ട് മാറാം എന്ന് കരുതുന്ന ലെവലുകൾ ഇതോടൊപ്പം ചേർത്തിട്ടുണ്ട്. എന്തായാലും ശ്രദ്ധയോടെ ട്രേഡ് ചെയ്യുക. നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സപ്പോർട്ടിനും പ്രത്യേകം നന്ദി. പ്രോഫിറ്റബിളായ ഒരു ട്രേഡിങ്ങിനെ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്.